നമസ്കാരം, ഞാൻ ഡോക്ടർ AR സ്മിത്ത് കുമാർ, ചീഫ് ഫിസിഷ്യൻ, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ, നെല്ലിക്കുന്നം, കൊട്ടാരക്കര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നട്ടൽ വേദനയെ പറ്റിയിട്ടാണ്. അപ്പോൾ നട്ടൽ വേദനയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 4 കാലിൽ നടന്നു കഴിഞ്ഞാൽ ഒരാൾക്കുരങ്ങിൽ നിന്ന് 2 കാലിൽ നടക്കാൻ തുടങ്ങിയ മനുഷ്യനിലേക്ക് വന്നപ്പോൾ തന്നെ നട്ടൽ വേദന തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. 32 അസ്ഥികൾ ചേർന്ന ഈ നട്ടലിനിടയ്ക്ക് ഡിസ്ക്, അതായത് നമ്മുടെ കഫത്തിൻ്റെ ഒരു ഡിസ്ക് എല്ലായ്പ്പോഴും ഉണ്ടാവും. ഈ ഡിസ്കിന് വരുന്ന സ്ഥാനചലനം, ഇതിന് വരുന്ന ശേഷിക്കുറവ്, ഇതൊക്കെയാണ് പലപ്പോഴും നട്ടൽ വേദനയിലേക്ക് നയിക്കുന്നത്. എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടും നട്ടൽ വേദന ഉണ്ടാവാം. ഉദാഹരണത്തിന് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകാം, റീനൽ കാൽക്കുലിയുടെ ഭാഗമായിട്ടുണ്ടാകാം, ലിവർ ഡിസീസിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം, ക്യാൻസറിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. എന്നാൽ പൊതുവേ ആയുർവേദത്തിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഈ വരുന്ന ഡിസ്കിൻ്റെ പ്രശ്നം മൂലമുണ്ടാകുന്ന നട്ടൽ വേദനയെ പറ്റിയിട്ടാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ജീവിതശൈലി മുതൽ പലപ്പോഴും ആക്സിഡൻറ്റുകൾ സംഭവിച്ച് വീഴ്ച സംഭവിച്ചത്. എന്നാൽ ഇന്ന് വരുന്ന കൂടുതൽ ഒരു 80% നട്ടൽ വേദനയും നമ്മുടെ ഈ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയുടെ പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. ചെറിയൊരു ശതമാനം മാത്രമാണ് യഥാർത്ഥത്തിൽ വീഴ്ച കൊണ്ടുണ്ടാകുന്നത്. അതുപോലും നമുക്ക് ആയുർവേദത്തിലൂടെ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ പറയേണ്ടതാണ് നമ്മുടെ ആ എണ്ണയുടെ ദുരുപയോഗം. ആൾക്കാർക്ക് ഒരു പൊതുധാരണയുണ്ട്, ആയുർവേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിട്ട് തിരുമ്മ എന്നുള്ളതാണ്. ആദ്യകാലത്തൊക്കെ ഇവിടെ പേഷ്യൻ്റ് വരുന്ന എണ്ണ കുപ്പിയായിട്ടായിരുന്നു. എന്തിനും ഏതിനും എണ്ണ എന്നുള്ളതാണ്. അങ്ങനെയല്ല. എണ്ണ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. ആയുർവേദത്തിൽ വാദത്തിനൊക്കെ ഏറ്റവും അഗ്രമായിട്ട് പറയുന്നതാണ്. പക്ഷേ അത് തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുന്നത്. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നത്, ആർക്കെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നടുവേദന വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന എണ്ണ എടുത്തിട്ട് പുറമേ അങ്ങ് തിരുമുക. ഇത് പലപ്പോഴും ദോഷമാണ് ചെയ്യുന്നത്. ഈ എണ്ണയിട്ട് തിരുമ്മിക്കഴിഞ്ഞാൽ എണ്ണ അകത്തോട്ട് കയറി പോകത്തൊന്നുമില്ല. നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവസാനമാണെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ചികിത്സ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നതാണ്, നിങ്ങളുടെ വീട്ടിൽ ബാക്കി എണ്ണ ഇരിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നിങ്ങളെടുത്ത് നിങ്ങളുടെ ശത്രുക്ക് കൊടുക്കുക. ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പുറമേ പുരട്ടുന്ന എണ്ണകൾ. പക്ഷേ വളരെ നിയതമായ അവസ്ഥകളിൽ ഈ എണ്ണകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞത് വളരെ അഗ്രമാണ്. ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നത് ധന്വന്തരം തൈലമാണെങ്കിലും മഹാനാരായണോ എല്ലാം സൈരാദിയാണെങ്കിലും ഒക്കെ ഉള്ളി കഴിക്കാനാണ് കൊടുക്കുന്നത്. ഈ തൈലത്തിൻ്റെയൊക്കെ വളരെ അഗ്രമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഉള്ളി കഴിച്ചുകൊണ്ട് മാത്രമേ നമുക്കാണെങ്കിൽ ഈ നടുവേദന അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ഇതൊക്കെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് നമുക്ക് ഈ പറയുന്ന ആയുർവേദത്തിൽ ഉള്ളിലേക്ക് തൈലം കഴിച്ച് അതിന് ശേഷമാണെങ്കിൽ നമ്മൾ വസ്തിയും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇന്ന് നിലവിലുള്ള ഏത് ചികിത്സാ രീതികളെക്കാളും ഏറ്റവും ഫലപ്രദമായൊരു ചികിത്സാ രീതിയാണ് നമുക്ക് ഈ പറയുന്ന ഉള്ളിലേക്ക് തൈലം കഴിച്ച് വസ്തി ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇന്നുള്ള ഏത് ചികിത്സാ രീതിയെ അപേക്ഷിച്ച് ഏതാണ്ട് വളരെ അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾ അമേരിക്കയിൽ പോയാൽ പോലും ഞങ്ങൾ ചെയ്യുന്ന ചികിത്സയുടെ ഫലം ഈ പറയുന്ന ഡിസ്ക് പ്രൊലാപ്സിന് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ചെയ്യേണ്ടത് ഉള്ളിലേക്കാണ് തൈലം കഴിയും, പുറമേ അല്ല തൈലം പുരട്ടുന്നത്. അപ്പോൾ പുറമേ നിങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന എണ്ണ തൈലം പുറമെ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ല, നിയതമായ അവസ്ഥകൾ ഒഴിച്ച്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിയതമായ അവസ്ഥകൾ ഒഴിച്ച്, അതായത് ചില പ്രത്യേക അവസ്ഥകൾ ഒഴിച്ച് പുറമേ തൈലം പുരട്ടുന്നത് രോഗത്തെ ഗുരുതരമാക്കുവാനും ചികിത്സാ കാലയളവ് വർദ്ധിപ്പിക്കുവാനും മാത്രമേ ഉപകരിക്കൂ എന്നറിയുക. അപ്പോൾ കൃത്യമായിട്ടുള്ള തൈലം ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ പ്രയോജനമുണ്ടാകും. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തൈലം കഴിക്കാവുന്നതാണ്. പുറമേ എണ്ണ തൈലം കുഴപ്പമൊന്നും എടുത്ത് പുറമേ പെട്ടാതിരിക്കുക. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ആഹാര രീതികൾ, രാത്രി താമസിച്ച് കഴിക്കുക, രാത്രി ഹെവി ഫുഡ് കഴിക്കുക, എണ്ണപ്പലഹാരങ്ങളുടെ അമിത ഉപയോഗം. നമ്മൾ കടു വറക്കുന്ന എണ്ണയ്ക്കകത്ത് ആവശ്യത്തിലുള്ള എണ്ണ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്, അത് മതി. പിന്നെ കഴിക്കുന്നതൊക്കെ പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഇപ്പോൾ ഓഫീസുകളിലൊക്കെ വൈകിട്ട് ചായക്കൊക്കെ ഒരു കടി നിർബന്ധം. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു സർവേ ഉണ്ടായിരുന്നു, ഈ ഓഫീസുകളിൽ കഴിക്കുന്ന കടിയാണ് പല രോഗത്തിലേക്ക് നയിക്കുന്നത്. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ ഈ പൊരിപ്പ് കടകളുടെ മുമ്പിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടേക്കുന്ന കാണാം. ആൾക്കാർ അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടാണെങ്കിൽ ഈ പൊരിപ്പ് വാങ്ങിച്ച് കഴിക്കും, കൂടെ ആണെങ്കിൽ ഒരു പൊതി വീട്ടിലുള്ളവരെയും രോഗികളാക്കും. ഈ എണ്ണ എന്ന് പറയുന്ന സാധനം മാറ്റുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ടാറിൻ്റെ കളറായാലും ഇത് മാറ്റത്തില്ല.
ഇതാണ് പല രോഗത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇത്ര എണ്ണപ്പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ കൃത്യമായിട്ടുള്ള ആഹാര രീതികൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ്. എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.